2024 ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ വോട്ട് ചെയ്ത ആളുകൾ അവരറിയാതെ പ്രാപിച്ച അഭൂതപൂർവമായ ഒരു സിദ്ധിയെപ്പറ്റിയാണ് ഈ എളിയ വീഡിയോയിൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാനിപ്പോൾ ശ്രമിക്കുന്നു. അവർ അന്ന് വളരെ ഉദാരമായി വോട്ട് ചെയ്ത ജനപ്രിയ നടനായ ശ്രീ സുരേഷ് ഗോപിയെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ താളുകളിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് BJPയുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ ലോക്സഭ അംഗമായി ശ്രീ സുരേഷ് ഗോപിയെ അയച്ചപ്പോൾ അവർ അന്ന് പ്രതീക്ഷിച്ചില്ല ഒരു VIP പകരം 2 VIP ആണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. ഒരു കല്ലുകൊണ്ട് 2 പക്ഷികളെ എറിഞ്ഞു വീഴ്ത്തുന്ന വൈദഗ്ധ്യം അവർ കാട്ടുകയായിരുന്നു എന്ന് അവർക്ക് അന്ന് തിരിഞ്ഞിരുന്നില്ല. ഇംഗ്ലീഷിൽ പറയും കില്ലിങ് 2 birds with the same stone എന്ന് പറയും. അവർ വിചാരിച്ചു അവർക്ക് വെറും ഒരു MP-യെയാണ് കിട്ടാൻ പോകുന്നത്. എന്നാൽ കൂടി പോയാൽ MP ഒരു സഹമന്ത്രിയാകും. എന്നാൽ അവർക്ക് ഗ്ലാമറിൻ്റെ 2 പ്രമുഖ അവതരണങ്ങളെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് ജനപ്രിയ നടനായ ഗോപിയും MP-യായ സുരേഷും 2 വ്യത്യസ്തമായ VIP-കളെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. നടനായ ഗോപിയും നടനായ സുരേഷും MP-യായ ഗോപിയും. ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളത് ഈ 2 സ്ഥാനമാനങ്ങളും ഞാൻ വിലമതിക്കുന്നതാണ്. ഈ 2 സ്ഥാനമാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗ്ലാമർ ഉള്ളത് എൻ്റെ ആദ്യത്തെ പദവിക്കാണ്. അതായത് ഞാൻ നടൻ ഗോപി, അവിടെയാണ് ഗ്ലാമർ ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് ആരെങ്കിലും എന്നെ ഏതെങ്കിലും ചടങ്ങിന് ക്ഷണിച്ചാൽ, ഏതെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി എൻ്റെ സമയം ആവശ്യപ്പെട്ടാൽ അതിൻ്റെ ഫീസ് കൊടുക്കേണ്ടി വരും. ഗ്ലാമർ കപ്പലണ്ടി പോലെ വാങ്ങിക്കാൻ ആരും കാത്തിരിക്കേണ്ട. അതിന് 10 പുത്തൻ ഇറക്കേണ്ടി വരും, ക്ഷമിക്കണം, എന്ന വളരെ സത്യസന്ധമായ ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അത് തികച്ചും ന്യായമാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം എന്താണെന്ന് പറയാം. നിങ്ങൾ ടെലിവിഷൻ കാണുന്നവരാണെങ്കിൽ അതിലൊട്ടുമുക്കാലും പരസ്യങ്ങളാണല്ലോ. ഈ പരസ്യങ്ങളിൽ വിവിധ പ്രോഡക്റ്റുകളെ പരസ്യം ചെയ്യുന്ന ആളുകൾക്ക് ഉള്ള ആകെ സമ്പാദ്യം അവരുടെ ഗ്ലാമറാണ്. ഇപ്പോൾ ഷാരൂഖ് ഖാൻ ഇങ്ങനെ നിൽക്കുന്നു, അമിതാഭ് ബച്ചൻ അപ്പുറത്ത് ഇങ്ങനെ നൂർന്ന് നിൽക്കുന്നു, ഇപ്പുറത്ത് മറ്റൊരു താരം, ഒരു ഐശ്വര്യ റായ് ആരൊക്കെ എനിക്കിവിടെ ഒന്ന് പേരറിഞ്ഞു, അവരിങ്ങനെ ഡാൻസ് കളിച്ച് നിൽക്കുന്നു. അങ്ങനെ അവർ 1 മിനിറ്റ് 1.5 മിനിറ്റ് നിന്നാൽ അവർക്ക് 5 കോടി രൂപ പ്രതിഫലമായിട്ട് കൊടുക്കണം. അത് അവർ അഡ്വർടൈസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ മാഹാത്മ്യം അനുസരിച്ചല്ല കൊടുക്കുന്നത്, അവരുടെ ഗ്ലാമറിൻ്റെ വിലയാണ് കൊടുക്കുന്നത്. ഒരിക്കൽ ഒരു സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ കൺട്രി വൈസ് പ്രസിഡൻ്റായ എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നെ കാണാൻ വന്നു. അപ്പം ഈ അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇതൊരു 10-25 വർഷങ്ങൾക്ക് മുൻപാണ്. പറഞ്ഞു, ഞങ്ങൾ ഈയിടെ ഞങ്ങളുടെ ഈ സോഫ്റ്റ് ഡ്രിങ്ക് അഡ്വർടൈസ് ചെയ്യാനായിട്ട് തെണ്ടുൽക്കറെയാണ് ഉപയോഗിച്ചത്. അങ്ങനെ ഉപയോഗിച്ചപ്പോൾ ഞങ്ങളുടെ സോഫ്റ്റ് ഡ്രിങ്ക് ആളുകൾ വാങ്ങിക്കുന്നതിൽ 40% വർധനവ് വന്നു, 40% ഇൻക്രീസ് ഇൻ കൺസംഷൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, തെണ്ടുൽക്കറിന് നിങ്ങൾ എന്ത് ഫീസാണ് കൊടുത്തത്? അന്നേരം പറഞ്ഞു 5.25 കോടി രൂപയാണ്. ഇത്
വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പാണെന്ന് മനസ്സിലാക്കണം. അന്ന് 5.5 കോടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു 150 കോടിയുടെയെങ്കിലും വിലയുണ്ടാകും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിൽ ന്യായമാണ്. ഞാൻ ചോദിച്ചത് അതുകൊണ്ട് മുതലായോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ആ ഒരൊറ്റ അഡ്വർടൈസ്മെൻറ്റ് മൂലം ഞങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് അതിൻ്റെ ഏതാണ്ട് 40% വർധനവ് രേഖപ്പെടുത്തി. അപ്പോൾ ഗ്ലാമർ നമ്മുടെ കമ്പോളത്തിൽ നന്നേ വിറ്റുപോകുന്ന ഒരു ചരക്കാണ് എന്ന് നിങ്ങൾക്കറിയാം. ആ ചരക്കിനെ വിലയില്ലാതെ വാങ്ങിക്കാനായിട്ട് ആരും കൊതിക്കേണ്ട എന്ന ഒരു പച്ച പരമാർത്ഥമാണ് സത്യസന്ധനായ നമ്മുടെ ജനപ്രിയ നടനും ജനപ്രിയ നേതാവും ആയ ഗോപി സാറ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ അതിനുവേണ്ടി സല്യൂട്ട് ചെയ്യുകയാണ്. കാരണം മനുഷ്യരെന്തിനാണ് ഈ ഗ്ലാമറിൻ്റെ പുറകെ നടക്കുന്നത്? ഇപ്പോൾ ചന്ദ്രിക സോപ്പ് അഡ്വർടൈസ് ചെയ്യുന്ന ഒരു സിനിമാ താരം എൻ്റെ ത്വക്കിൻ്റെ ശോഭ അതിൻ്റെ ഏക സീക്രട്ട് ചന്ദ്രിക സോപ്പാണെന്ന് പറയുമ്പോൾ അതിനകത്ത് സത്യത്തിൻ്റെ കണികയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് എന്താണ് അവരെപ്പറ്റി നാം എന്താണ് പറയേണ്ടത്? അവരുടെ കണ്ണ് അടഞ്ഞു പോകുന്നത്, അവരുടെ മൂള മരവിച്ചു പോകുന്നത് ഈ ഗ്ലാമർ എന്ന് പറയുന്ന ഈ മയക്കുമരുന്ന് കഴിക്കുന്നത് കൊണ്ടാണ്. അപ്പം ആ ഗ്ലാമർ എന്ന് പറഞ്ഞ മയക്കുമരുന്ന് വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ പൈസ കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലം ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഏത് മത പ്രസ്ഥാനമാണെങ്കിലും അത് ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ മന്ത്രി വേണം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ മാർത്തോമാ സഭയുടെ അന്നത്തെ പരമോന്നത അധികാരിയായിരുന്ന ഐറേനിയസ് മെത്രാപ്പോലീത്തായുടെ 90ാം ജന്മദിനത്തിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി 2 വാക്ക് പറഞ്ഞു എന്നതിനെ പറ്റിയുള്ള മാർത്തോമാക്കാരൻ്റെ അഭിമാനം, അഹങ്കാരം ഇന്നും തീർന്നിട്ടില്ല. കാരണം രാഷ്ട്രീയ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഗ്ലാമർ ഉള്ളത് ശ്രീ നരേന്ദ്രമോദിജിക്ക് തന്നെയാണ്. ആർക്കും അദ്ദേഹത്തിന് അടുത്ത് വരാൻ സാധ്യമാകുകയില്ല, കഴിവില്ല. അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയിലെ ഒരു വളരെ ജനപ്രിയനായൊരു തിരുമേനിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം കുന്നംകുളത്ത് കൊടികുത്തി വാഴുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം പറയുന്ന ഒരു തമിഴ് സിനിമാ നടിയെ കാണാനായിട്ട് 17 വർഷം വെള്ളമൂറി നിന്നു. അവസാനം ഒരു ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് അങ്ങനെ ഒന്ന് കാണാൻ പറ്റി. 17 വർഷം കണ്ണിൽ എണ്ണ ഒഴിച്ച് ഒരു തിരുമേനി കാത്തിരുന്നിട്ട് ഒരു നടിയെ കാണാൻ പറ്റി എന്ന് പറയുമ്പോൾ ഗ്ലാമർ എന്ന് പറയുന്ന മയക്കുമരുന്നിൻ്റെ വീര്യം എന്താണ് എന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ പരിഗണിച്ചിട്ട് വേണം ജനപ്രിയ നടനായ ഗോപി സാറ് അദ്ദേഹം പറയുകയാണ്, ഞാനിപ്പോൾ മന്ത്രിയൊക്കെയാണ്, ഞാനിപ്പോൾ MP ഒക്കെയാണ്, ശരിയാണ്. പക്ഷേ ആ കെയർ ഓഫിൽ എന്നെക്കൊണ്ട് ഈ കൂലിയില്ലാ പണി ചെയ്യിക്കാമെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഗ്ലാമർ വേണം, ഗ്ലാമർ തരാം. പക്ഷേ ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാമർ MP-യുടേതല്ല, മന്ത്രിയുടേതല്ല. രണ്ടിനും ഗ്ലാമറുണ്ട്. പക്ഷേ ആ ഗ്ലാമർ നിങ്ങൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്കായിട്ട് ഞാനൊരു ഗ്ലാമർ വെച്ചിട്ടുണ്ട്. ആ ഗ്ലാമറിൻ്റെ പേരാണ് നടൻ എന്ന ഗ്ലാമർ. നിങ്ങൾക്ക് നിങ്ങളുടെ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യണമോ? ഞാൻ ചെയ്തു തരാം. പക്ഷേ അത് ഉദ്ഘാടനത്തിന് വരുന്നത് MP ആയ ഗോപി ആയിരിക്കില്ല, നടനായ സുരേഷായിരിക്കും. അപ്പോൾ അതിനുള്ളത് അതിൻ്റെ റേറ്റ് വെച്ച് ആദ്യം അടച്ചെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് ഗമിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇതിന് ഞാൻ വ്യവസായ കച്ചവട ലോകത്തിൽ നിന്ന് ഒരു ഉദാഹരണം പറഞ്ഞു. ഇനി സാഹിത്യത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. സാഹിത്യം എൻ്റെ ഒരു ബലഹീനത ആയതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. 1886 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്, ഒരു നോവലുണ്ട്. അത് ഗ്രന്ഥകർത്താവ് റോബർട്ട് ലൂയി സ്റ്റീവൻസൺ എന്നാണ്. അദ്ദേഹം ഒരു സ്കോട്ടിഷ് എഴുത്തുകാരനാണ്, റോബർട്ട് ലൂയി സ്റ്റീവൻസൺ. അത് ഹൈസ്കൂളിൽ പഠിക്കുന്ന കേരളത്തിലാണെങ്കിൽ പോലും കുട്ടികൾക്കറിയാം. അദ്ദേഹം വളരെ ജനപ്രീതി ആർജിച്ച അനേക നോവലുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ
തൽക്കാലം ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്ന പുസ്തകമാണ്. ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ്. അവിടെ ഒരു മനഃശാസ്ത്രപരമായ വിഷയമാണ് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയും. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മാനസികമായ അവസ്ഥയുടെ തകർച്ച കൊണ്ട് അല്ലെങ്കിൽ രോഗം കൊണ്ട് ഒരു സമയത്ത് അദ്ദേഹം ഡോക്ടർ ജെക്കിലാണ്, എന്നാൽ മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം മിസ്റ്റർ ഹൈഡാണ്. ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരേ ആളാണ്, പക്ഷേ രണ്ട് തരത്തിലാണ്, രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ്, ഇത് വളരെ സുപ്രസിദ്ധമാണ്. ഇതുപോലെ വേറൊരു സംഭവം പറഞ്ഞാൽ, ദീർഘനാൾക്ക് മുമ്പ്, ഒരു 10-60 വർഷങ്ങൾക്ക് മുൻപ് ഊട്ടി ആ പ്രദേശത്തുണ്ടായിരുന്ന ഒരു കോൺവെൻറ്റിൽ ഒരു കന്യാസ്ത്രീ അവർ പോലീസിൽ പരാതിപ്പെട്ടു. അതായത് എനിക്ക് ഇങ്ങനെ പ്രേമലേഖനങ്ങൾ വരുന്നു. അപ്പോൾ ആദ്യം മത സുപ്പീരിയറിനോട് പറഞ്ഞു, അവരുടെ തലത്തിൽ അന്വേഷിച്ചതിൻ്റെ ആരാണ് ഈ കന്യാസ്ത്രീയുടെ പുറകെ പ്രേമലേഖനം കൊണ്ട് നടക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ അവരാകുന്നത് അന്വേഷിച്ച് നോക്കിയിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അവസാനം അത് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് അന്വേഷണം തുടങ്ങി. പോലീസ് അന്വേഷിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല, ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ അവരെ കണ്ട് പ്രേമലേഖനം കൊടുക്കാൻ കാര്യമില്ല താനും. കാരണം അങ്ങനെയുള്ള അച്ചടക്കത്തിലാണ് ആ കാലത്ത് കന്യാസ്ത്രീകളെ സംരക്ഷിച്ച് പൊതിഞ്ഞ് വെച്ചിരുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ പോലീസിൻ്റെ എത്തും പിടി കിട്ടില്ല. അവസാനം അവരൊരു മനഃശാസ്ത്രജ്ഞനെ ഈ അന്വേഷണത്തിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. മനഃശാസ്ത്രജ്ഞൻ മിടുക്കനായിരുന്നു, അദ്ദേഹം കാര്യമായി അതിൽ പങ്കെടുത്തു. അവസാനം അദ്ദേഹം കണ്ടുപിടിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ, ഈ കന്യാസ്ത്രീക്ക് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഈ ഒരു രോഗം, അവർ ചില സമയത്ത് അവരാണ്, മറ്റ് സമയങ്ങളിൽ അവരെ പ്രേമിക്കുന്ന ഒരു പുരുഷനാണ്. രണ്ടും ഒരാളാണ്. ഈ പ്രേമലേഖനം എഴുതുന്നതും പ്രേമലേഖനം വായിക്കുന്നതും ഒരാളാണ്, പക്ഷേ ആണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഏതാണ്ട് അതുപോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഇദ്ദേഹം നീങ്ങുകയാണോ എന്നൊരു ഭയം എനിക്കുണ്ട്. അങ്ങനെ വരാതിരിക്കട്ടെ. കാരണം കേരളത്തിലെ ഇന്ന് ആദ്യത്തെ നമ്മുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന അഭിമാന ഭാജ്യമാണ് നടൻ സുരേഷും MP ഗോപിയും. പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യത്തോട് എനിക്ക് യോജിക്കാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ നിന്ന് ഞാനിങ്ങനെ വസൂലാക്കുന്ന പൈസ ഞാൻ എൻ്റെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ കൊടുക്കാനുള്ളതല്ല, ഞാനൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് മുഴുവൻ അങ്ങോട്ട് പോയിട്ട് മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ ഞാനത് ഉപയോഗിക്കാം. അതൊരു നല്ല കാര്യം തന്നെയാണ്, അത് ശ്ലാഘനീയമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും അദ്ദേഹത്തിൻ്റെ നിലപാടിനെ നമുക്ക് ന്യായീകരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, ഇപ്പോൾ സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി ഡയസസിൻ്റെ ആ സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി നിൽക്കുന്നത്. അവിടെയുള്ള എല്ലാ ഞായറാഴ്ച ആരാധനയും ജനപ്രിയ നടൻ സുരേഷിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തിട്ട് മാത്രമേ ഞായറാഴ്ച രാവിലത്തെ ആരാധന ആരംഭിക്കാവൂ. അപ്പോൾ അതിന് തക്കതായ പ്രതിഫലം കൊടുത്താൽ അടുത്ത ഇലക്ഷനിൽ ഇദ്ദേഹം ലൂർദ് മാതാവിൻ്റെ തലയിൽ ഇത്തവണ വെച്ചതിനേക്കാൾ വലിയൊരു കിരീടം വെക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പാവപ്പെട്ട നടൻ എത്ര പേരുടെ തലയിലാണ് ഈ കിരീടം വെക്കേണ്ടത്? ഈ കിരീടത്തിന് പൈസ കൊടുക്കണ്ടേ? പൈസ മാവേന്ന് പറിച്ചെടുക്കാൻ ഒക്കും, അത് എവിടെ നിന്നെങ്കിലും വരണ്ടേ? അതിനുള്ള മാർഗം അദ്ദേഹം തൻ്റെ തലച്ചോറ്, MA ലിറ്ററേച്ചറാണെന്ന് മനസ്സിലാക്കണം, സാധാരണ തലയൊന്നുമല്ല, നല്ല തലച്ചോറുള്ള വ്യക്തിയാണ് അദ്ദേഹം. നന്നേ തല പുകഞ്ഞ് ആലോചിച്ച് തൻ്റെ വരുമാനം എപ്രകാരം വർദ്ധിപ്പിച്ച് അടുത്ത ഇലക്ഷനിൽ ലൂർദ് മാതാവിൻ്റെ തലയിൽ എന്ത് കോപ്രാത്തരമാണ് വെക്കേണ്ടതെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദിമാഗിൽ തെളിഞ്ഞൊരു തിരിയാണിത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും ഉള്ള ഞായറാഴ്ച ആരാധന ഈ നടൻ സുരേഷിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചിട്ട് മാത്രമേ ആരംഭിക്കാവൂ. അപ്പോൾ ഒരു വർഷത്തിലുള്ള ഇത്ര ഞായറാഴ്ചകളുണ്ടെന്ന് നമുക്കറിയാം. അത് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റുമായി ഒന്ന് ഗുണിച്ച് അതിൻ്റെ തുക ഒരു 50 കോടിയോ 100 കോടിയോ അദ്ദേഹത്തെ മുന്നമേ അടച്ചാൽ അദ്ദേഹം ഒരു റിബേറ്റ് തരും. സുരേഷ് ഗോപി അത് ഒന്ന് അനൗൺസ് ചെയ്യേണ്ടതാണ്. ഈ വർഷം മുഴുവനും എന്നെ ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക്
25% റിബേറ്റ്. ഇപ്പോൾ 100 കോടി രൂപയാണെങ്കിൽ നിങ്ങൾ 75 കോടി രൂപ മുന്നമേ അടച്ചാൽ മതി. ബാക്കിയുള്ളത് തീർച്ചയായും നിങ്ങൾ പറയുന്ന ആ ക്രമം നമ്മുടെ കോൺട്രാക്റ്റ് അനുസരിച്ചുള്ള ദിവസങ്ങളിൽ ഞാൻ എത്തി നിങ്ങളുടെ ഗ്ലാമർ മരുന്ന്, ലഹരി മരുന്ന് നിങ്ങൾക്ക് വിളമ്പിത്തരുന്നതായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു അന്തസ്സും ഒരു ശാസ്ത്രീയമായ ഒരു ഘടനയും ഉണ്ടാകും എന്നൊരു ചെറിയ അഭിപ്രായം എനിക്കുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള നവീനമായ ആശയങ്ങൾ ഭാരതത്തിൻ്റെ രാഷ്ട്രീയമായ സംസ്കാരത്തിൽ സ്വന്തം കൈപ്പട കൊണ്ട് എഴുതി ചേർക്കാൻ പ്രത്യേകമായ കഴിവും ധൈര്യവും കാണിക്കുന്ന നമ്മുടെ ഏവരുടെയും ആരാധനാ പാത്രമായ ശ്രീ സുരേഷ് ഗോപി അവർക്ക് എൻ്റെ വ്യക്തിപരമായും കത്തോലിക്ക സഭയുടെ ആകമാനമായി കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധമായ എല്ലാ പൗരന്മാരുടെയും ഭാഗത്ത് ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇങ്ങനെ തന്നെ വേണം. ഗ്ലാമർ കൊതിച്ച് നിൽക്കുന്നവന് അതിൻ്റെ ബില്ല് കൊടുത്തേ മതിയാകൂ. കാരണം ഇതൊക്കെ വെറും മിഥ്യയാണ് എന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്തവൻ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. അത് നീതിയാണ്, ന്യായമാണ്, നല്ലതാണ്. പിന്നെ എനിക്കാകെപ്പാടെ പറയാനുള്ളത്, ജനപ്രിയ നടനായ സുരേഷ് സാറ് തൻ്റെ വില കുറയ്ക്കരുത്. റേറ്റ് നിശ്ചയിക്കുമ്പോൾ കുറഞ്ഞ പക്ഷം ഷാരൂഖ് ഖാൻ്റെ ആ റേറ്റെങ്കിലും വസൂലാക്കാൻ ശ്രമിക്കണം. അതായത് ഏതെങ്കിലും ഒരു സംഭവം, ഒരു ചടങ്ങ് ഇനോഗ്രേറ്റ് ചെയ്യാൻ ജനപ്രിയ നടനായ ശ്രീ സുരേഷ് അവറുകൾ എത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാറ് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപേ 5 കോടി രൂപയെങ്കിലും അഡ്വാൻസ് ഡെപ്പോസിറ്റായിട്ട് അവിടെ ഏൽപ്പിച്ചെങ്കിലേ കാറ് മുമ്പോട്ട് വിടത്തുള്ളൂ എന്ന ഒരു നിബന്ധന കൊണ്ടുവച്ചാൽ അത് തൻ്റെ ഗ്ലാമറും വർദ്ധിക്കും, വിലയും വർദ്ധിക്കും. ആളുകൾക്ക് ഇങ്ങനെ ഇത്രയും പണം ചിലവാക്കി ഒരാൾ വരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ ഒരു നിർവൃതി ഉണ്ടാകും. നമുക്കറിയാം, നാം ഒരു സംഭവത്തിൻ്റെ അർത്ഥവും ഗാംഭീര്യവും ഒക്കെ ഇപ്പോൾ അളക്കുന്നത് വെറും പൈസ കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ 100 രൂപ ചിലവാക്കി ഒരു കാര്യം നടത്തിയാൽ അത് ഏറ്റവും മനോഹരമാണെങ്കിൽ ആരും വില കൽപ്പിക്കുന്നത്. അതേസമയം 100 കോടി രൂപ ചിലവാക്കി ആഫ്രിക്കയിൽ നിന്നൊരു ഗൊറില്ലയെ കൊണ്ടവിടെ ഇരുത്തിയാലും ആളുകളങ്ങ് നിർവൃതിയുടെ പരമോന്നത ശൃംഖലയിൽ അങ്ങ് മേളിൽ കയറിയിരുന്ന് അവിടുന്ന് താഴോട്ട് നിരങ്ങും. അങ്ങനെയുള്ളൊരു പാപ്പരത്വമാണ് നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ നിലനിൽക്കുന്നത്. അത് തിരിച്ചറിയാനും അതിനെ വേണ്ട വിധത്തിൽ വാണിജ്യവൽക്കരിക്കുവാനുമുള്ള ബുദ്ധി സർവേശ്വരൻ ജനപ്രിയ നായകന് കൊടുത്ത് ഓർത്ത് സന്തോഷിക്കുന്നു. എല്ലാവർക്കും കേരളം കണി കണ്ടുണരുന്ന നന്മ. ഗോപി സാർ, നമസ്തേ, ബൈ ബൈ.